ഹായ് ഹലോ വെൽക്കം ടു മെഡി ടോക്ക്. മെഡി ടോക്കിൽ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ റോഷനാണ്. ഇന്ന് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ 3rd ഇയർ PG റെസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ സാജൻ ടി അലക്സ് ആണ് നമ്മുടെ കൂടെ ചേരുന്നത്. സൈക്കാട്രി വിഭാഗം ഡോക്ടറാണ്. ഡോക്ടർ, വെൽക്കം ടു മെഡി ടോക്ക്. താങ്ക് യു. ഓക്കെ ഡോക്ടർ, നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് നമ്മുടെ സൈക്കാട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിമൻസ് റീപ്രൊഡക്റ്റീവ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു ഇൻട്രോ എന്തായിരിക്കും ഡോക്ടറിന് തരാൻ പറ്റുന്നത്? വിമൻസ് റീപ്രൊഡക്റ്റീവ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അവരുടെ ഈ റീപ്രൊഡക്റ്റീവ് പീരീഡ്, അതായത് നമ്മളുടെ ഒരു മെനാർക്കി മുതൽ, അതായത് അവരുടെ മാസമുറ തുടങ്ങുന്നതിന് മുതൽ അത് മാസമുറ അവസാനിക്കുന്ന വരെ നീണ്ടു നിൽക്കുന്ന ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡ്. അതിനോട് ഇടയിലാണ് നമുക്ക് ഈ പ്രഗ്നൻസി വരുന്നതും പ്രഗ്നൻസിക്ക് ശേഷമുള്ള കാലവും ഒക്കെ ഈ റീപ്രൊഡക്റ്റീവ് പീരീഡിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിമൻസ് റീപ്രൊഡക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് ഹോർമോൺ വേരിയേഷനുകളും ഒരുപാട് സ്ട്രെസ്സിലൂടെയും ഒക്കെ കടന്നു പോകുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും സൈക്യാട്രിക് ഇൽനെസ് പുതിയതായിട്ട് തുടങ്ങാനും അതുപോലെ തന്നെ ഉള്ള സൈക്യാട്രിക് ഇൽനെസ് കൂടുതൽ രൂക്ഷമാകാനും ഒക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്, ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ PCOD തുടങ്ങി ഒരുപാട് ഇഷ്യൂസ് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രഗ്നൻസി ടൈമിൽ അവരുടെ മെന്റൽ ഹെൽത്തിനെ എത്രത്തോളമായിരിക്കും ഇത് ബാധിക്കുന്നത്? നമുക്കറിയാം, പ്രഗ്നൻസി എന്ന് പറയുന്നത് എല്ലാവരും ഒരു അമ്മയാവാൻ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ അതേസമയം തന്നെ ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു പീരീഡും കൂടിയാണ്. നമ്മളുടെ പ്രഗ്നൻസിയുടെ ആദ്യ മാസങ്ങൾ നമുക്കറിയാം, കുട്ടിയുടെ അനക്കമുണ്ടോ, അല്ലെങ്കിൽ കുട്ടിയുടെ ഗ്രോത്ത് കറക്റ്റ് ആണോ, അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായി വോമിറ്റിംഗ് ഉള്ള ആളുകളുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ്, ഇതെല്ലാം നമുക്കുണ്ടാകുന്ന മെഡിക്കൽ ഇഷ്യൂസ് ആണ്. അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന വേറെ സ്ട്രെസ്സുകൾ ഉണ്ടാവാം. ചിലപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്താവാം, ചിലപ്പോൾ ഇതൊരു പ്ലാൻഡ് പ്രഗ്നൻസി ആവില്ല. അപ്പൊ ഇങ്ങനത്തെ കുറേയേറെ പ്രശ്നങ്ങളിലൂടെ ആവും ഇദ്ദേഹം കടന്നു പോകും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പീരീഡ്സ് നിന്നു, പ്രഗ്നൻസി ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പീരീഡ്സ് നിൽക്കുകയും അതിനുശേഷം ഉണ്ടാകുന്ന പ്രഗ്നൻസി പരമായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെയും, അതായത് ബയോളജിക്കലി എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ വേരിയേഷനുകൾ, അതുപോലെ തന്നെ നമ്മുടെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഇപ്പം നമ്മുടെ ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇതൊരു പ്ലാൻഡ് പ്രഗ്നൻസി, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ വേറെ മെഡിക്കൽ ഇഷ്യൂസ് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന, ചിലപ്പോൾ പലർക്കും BP ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാം, ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനത്തുള്ള മെഡിക്കൽ ഇഷ്യൂസ്, ഇതൊക്കെ കാരണം അവരൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയും കുറേയേറെ മെന്റൽ ഇഷ്യൂസിന് കാരണമായി തീരാറുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള ഒന്നാണ് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ, വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ബൈപ്പോളാർ ഡിസോർഡർ നമുക്കറിയാം, ഒരേ സമയം തന്നെ ഉന്മാദാവസ്ഥയും അതുപോലെ തന്നെ വിഷാദാവസ്ഥയും മാറി മാറി വരുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻസൈറ്റി ഇഷ്യൂസ് പ്രഗ്നൻസി സമയത്ത് വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ OCD, നമ്മൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന OCD, അതുപോലെ തന്നെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് നമ്മൾ പറയും. അതായത് നമ്മൾ പറയാറുണ്ട് സംശയങ്ങൾ, എല്ലാത്തിനോടും സംശയം, ഭയങ്കരമായ സംശയം, നമ്മൾ തെളിവുകൾ നിരത്തിയാൽ പോലും അതിനെ പോലും അവഗണിച്ചുകൊണ്ടുള്ള സംശയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രഗ്നൻസി സമയത്ത് വരാം പുതിയതായിട്ട്. അതോടെ കോമൺ ആയി വരാവുന്നതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഓൾറെഡി സൈക്കാട്രിക് ഇൽനെസ് ഉള്ള ഒരാളാണെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീരീഡിൽ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും എപ്പിസോഡ്സ് വരാൻ, അല്ലെങ്കിൽ വീണ്ടും അവരുടെ അസുഖം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പലരും നമ്മൾ പൊതുവെ കാണാറുള്ളൊരു തെറ്റിദ്ധാരണ, ഈ അടുത്ത് നമുക്കൊരു പേഷ്യന്റ് വന്നിരുന്നു, ഇപ്പൊ ഇങ്ങനെ ഒരു ടോക്കിൽ നമ്മൾ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ പാലിക്കേണ്ടതുകൊണ്ടും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറയുന്നില്ല. പക്ഷേ ഈ അടുത്തൊരു പേഷ്യന്റ് ഉണ്ട്, ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളോടൊപ്പം ആയിരുന്നില്ല ട്രീറ്റ്മെന്റ്, മറ്റൊരു ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന പ്രഗ്നൻസിക്ക് മുമ്പ്. പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പിന്നീട് സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയില്ല, അവർ തന്നെ മെഡിസിൻ നിർത്തുകയും പ്രഗ്നൻസിയിൽ ഒരു 2-3 മാസം മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സിംറ്റംസ് പതുക്കെ തുടങ്ങുകയും ചെയ്തു. പക്ഷേ അവർക്ക് ഭയങ്കര ഭയം, ഇപ്പോൾ ഈ സമയത്ത് സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള ഒരു ജെന്യുവൻ പേടിയാണ്. അപ്പോൾ ആ പേടിയുടെ പുറത്ത് അവർ സൈക്കാട്രിസ്റ്റിനെ കാണാനേ പോയില്ല കുറെ നാളത്തേക്ക്. പിന്നീട് പതുക്കെ ഈ അസുഖം കൂടി വന്നു, അവരെ തന്നെ ഹാം ചെയ്യാൻ തുടങ്ങി. മനസ്സിലായില്ല, അവരിപ്പോൾ അവരുടെ വയറ്റത്തിട്ട് ഇടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ തന്നെ ഹാം ചെയ്യുന്ന രീതിയിൽ, അങ്ങനെ അവസാനം അവരൊരു ആത്മഹത്യ ചെയ്യുന്നൊരു ഒരു സിറ്റുവേഷൻ വരെ എത്തി. അപ്പോഴാണ് അവർ സൈക്കാട്രിയിലേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി പ്രഗ്നൻസി സമയത്ത് കുട്ടിക്ക് ഒരു കുഴപ്പവും വരാതെ കഴിക്കാൻ പറ്റുന്ന ഒട്ടേറെ സൈക്കാട്രിക് മെഡിസിൻസ് അവൈലബിൾ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രഗ്നൻസി സമയത്ത് നമ്മൾ പെട്ടെന്ന് മെഡിസിൻ നിർത്തുന്നത് ശരിക്കും ഗുണമല്ല ഉണ്ടാക്കുന്നത്, കൂടുതൽ
ദോഷമായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ പ്രഗ്നൻസി പീരീഡ് എന്നല്ല, ഇപ്പോൾ പീരീഡ്സ് ആകുന്ന സമയത്ത് പോലും ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ കാരണം ഇപ്പോൾ ഒരു 7 മന്തോളം പീരീഡ്സ് ആകാതിരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഇത്രയും നാള് ഒന്നും ഉണ്ടാകാതിരുന്നിട്ട് ലാസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഗൈനക്കിനെ കാണുക, അവിടെ നിന്ന് മെഡിസിൻ തരിക, അതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിസിൻ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ നേരിടുന്ന ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ, പീരീഡ്സ് ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ പോലും ഇതിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ഇതുപോലെ സൈക്യാട്രി അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാനുള്ള മടി ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് സ്റ്റേജിലായിരിക്കും നമ്മളിത് റിയലൈസ് ചെയ്യേണ്ടത്, ഞാനൊരു ഡോക്ടറിനെ കാണാനുള്ള ടൈമായി എന്നുള്ളത്? നമുക്ക് കൂടുതലും ഈ മെൻസ്ട്രൽ പീരീഡ്സിനോടനുബന്ധിച്ച് നമുക്ക് ഒരു 2 സൈക്കാട്രിക് ഇൽനെസ്സിനെ പറ്റി ഞാനിപ്പോൾ പറയാം. ഒന്നൊരു പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും. അതുപോലെ തന്നെ ഒന്ന് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമിന്റെ ഒരു കുറെ കൂടെ സിംറ്റംസ് ഉള്ള ഒരു അഗ്രവേറ്റഡ് ഒരു വെർഷനാണ് ഡിസ്ഫോറിക് ഡിസോർഡർ. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതിപ്പോൾ ഇന്ന് പീരീഡ്സ് തുടങ്ങുകയാണെന്ന് കരുതുക. ഇതിന് ഏകദേശം ഒരു ലാസ്റ്റ് വീക്ക്, അതായത് ഒരു 1 വീക്ക് മുമ്പ് മുതൽ നമ്മളിലുണ്ടാവുന്ന മൂഡ് സ്വിങ്സ്, യൂഷ്വലി നമ്മൾ പെൺകുട്ടികളൊക്കെ പറഞ്ഞു കേൾക്കാറുള്ള ഒന്നാണ് മൂഡ് സ്വിങ്സ്. അതായത് ചെറിയ കാര്യത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ചെറിയ കാര്യത്തിന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക, ഭയങ്കരമായിട്ടിരുന്ന് കരയുക. ഇപ്പം ബാക്കി ജോലികൾ ചെയ്യുന്ന, ഇപ്പോൾ സ്കൂളിലോ മറ്റെവിടെയെങ്കിലും വർക്ക് പ്ലേസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലിയിലുള്ള ഇൻട്രസ്റ്റ് കുറയുക, കോൺസെൻട്രേഷൻ കുറയുക, അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ടൊരു ആൻസൈറ്റി പ്രശ്നങ്ങൾ വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഫിസിക്കൽ പ്രോബ്ലംസും വരാം. അതായത് ഇപ്പം ബ്രസ്റ്റിലുണ്ടാവുന്ന, നമ്മുടെ മാറിടങ്ങളിലുണ്ടാവുന്ന ടെൻഡർനെസ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ പലപ്പോഴും പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ എല്ലാവരും ഡോക്ടറെ കാണാൻ പോകാറില്ല, തന്നെ റിസോൾവ് ചെയ്യുന്ന കണ്ടീഷനാണ്. പക്ഷേ ഇതിന് കുറച്ചുകൂടി അഗ്രവേറ്റ് ചെയ്തിട്ട് ഇത് നമ്മളെ വല്ലാതെ അങ്ങ് ബാധിക്കും. നമ്മളുടെ സോഷ്യൽ ലൈഫിനെ തന്നെ ബാധിക്കും. നമ്മൾ കുറേ ദിവസത്തേക്ക് നമ്മൾ ജോലിക്ക് പോകാതെയാവും, നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റാതെയാവും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന, നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ നോർമൽ അല്ല, സംതിങ് നമ്മളൊരു കുറച്ച് പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. പലപ്പോഴും ഈ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്ന ഈ പ്രശ്നം ഞാൻ ഈ പറഞ്ഞതുപോലെ പീരീഡ്സിന് ആ ഒരു ലാസ്റ്റ് വീക്കിൽ തുടങ്ങി, പീരീഡ്സിന് മുമ്പുള്ള ലാസ്റ്റ് വീക്ക് തുടങ്ങി എക്സ്റ്റെൻഡ് ചെയ്ത് പീരീഡ്സ് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും മിക്കവാറും അങ്ങ് മാറാറാണ് പതിവ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, പ്രീ മെൻസ്ട്രൽ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ഒരു മെന്റൽ ഇൽനെസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളുടെ സൈക്കാട്രിയിൽ ഇതൊരു മെന്റൽ ഇൽനെസ് ആയിട്ട് ഓൾറെഡി കൺസിഡർ ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഒരുപാട് പേര് ഫിസിഷ്യന്റെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ട്രീറ്റ്മെന്റിന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റിഗ്മ കൊണ്ടൊക്കെ ആയിരിക്കാം. പലപ്പോഴും സൈക്കാട്രിക് ഒപിയിലേക്ക് വരുന്നവരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആണ്. ഒരു 30% പേര് ഈ പ്രോബ്ലം അനുഭവിക്കുന്നുവെങ്കിൽ 5% ഉള്ളൂ ഒരു സൈക്കാട്രിക് ഒപ്പീനിയനിലേക്ക് വരുന്ന ആളുകൾ. അപ്പോൾ നമ്മളത് ആദ്യഘട്ടത്തിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റെസ്പോൺസ് ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ അടുത്തടുത്ത പീരീഡ്സിലും ഇതേ കാര്യം തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്ന കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പീരീഡ്സിനോടനുബന്ധിച്ച് കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്കിനി ഒരു കുട്ടി ബ്രേക്ക് എടുത്താൽ മെഡിടോക്കിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ റോഷനാണ്. ഇന്ന് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്കാട്രി വിഭാഗം 3rd ഇയർ PG റെസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ സാജൻ ടി അലക്സ് ആണ് നമ്മുടെ കൂടെ ചേരുന്നത്. വിമൻസ് റീപ്രൊഡക്റ്റീവ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നെക്സ്റ്റ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, മെനോപോസ് എന്ന് പറയുന്നത്, ആ ഒരു ടൈമിലെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊന്ന് സംസാരിക്കാവോ? പെരിമെനോപോസ് എന്നാണ് നമ്മൾ പറയാറ്. പെരിമെനോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലാസ്റ്റ്, അതായത് പീരീഡ്സ് നിൽക്കുന്നതിന് ലാസ്റ്റ് സിംറ്റംസോ അതിനോടനുബന്ധിച്ചുള്ള ഒരു 1 ഇയർ പീരീഡ് എന്നാണ് WHO ഡെഫിനിഷൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാത്തരം മെന്റൽ ഇൽനെസ്സുകളും, അതായത് ഇപ്പോൾ ഡിപ്രസീവ് ഇൽനെസ്, അതുപോലെ തന്നെ ആൻസൈറ്റി ഇഷ്യൂസ്, അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുള്ളതാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ്. കൂടുതൽ പേര് നമ്മൾ ഒപിയിൽ വരാറുണ്ട്. അവർക്ക് വേറെ മാനസിക പ്രശ്നങ്ങളോ വേറെ ടെൻഷനുകളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു യൂഷ്വൽ കംപ്ലൈന്റ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ പെരിമെനോപോസിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ പീരീഡ്സ് നിൽക്കുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള ഹോർമോൺ വേരിയേഷൻസ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ, എൻവയോൺമെന്റൽ, ഇങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. ഒരു സിംഗിൾ ഫാക്ടർ അല്ല. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഉണ്ടാകുന്ന മെമ്മറി ഇമ്പയർമെന്റ്, മെമ്മറി ലോസ് പോലത്തെ ചെറിയ മറവിയുടെ തുടക്കം, ഇങ്ങനത്തെ ഇഷ്യൂസ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കാണാറുണ്ട് ഈ സൈക്കോട്ടിക്, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ എന്നൊക്കെ പറയും. അതായത് മറ്റൊരാൾ നമ്മളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ അവർ നമുക്കെതിരെ പ്രതികാരം ചെയ്യാണ് എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ. നമ്മൾ എത്രയൊക്കെ എവിഡൻസ് നിരത്തിയാലും അവർ ആ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കും. ഒരു ഫിക്സ്ഡ് അൺഷേക്കബിൾ ബിലീഫാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഇതൊക്കെ പെരിമെനോപോസ് അല്ലെങ്കിൽ ഒരു മെനോപോസ് പീരീഡിൽ വളരെ കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ തന്നെയും കൃത്യമായി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നോൺ ഫാർമക്കോളജിക്കലും ഫാർമക്കോളജിക്കലും ഉണ്ട്. അതായത് മെഡിസിൻ ഉള്ള ട്രീറ്റ്മെന്റും ഉണ്ട്,
ഇല്ലാത്ത ട്രീറ്റ്മെന്റും ഉണ്ട്. മനസ്സിലായില്ല. അപ്പം നമ്മളുടെ അസുഖത്തിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും ഒരേ സിവിയറിറ്റിയിലായിരിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റും വ്യത്യാസപ്പെടാം. പിന്നീട് വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവരിലും ഉള്ളൊരു ഡൗട്ടാണ് സൈക്കാട്രിക് മെഡിസിൻ തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ സാധിക്കുമോ എന്ന് പറയുന്ന ഒരു ഡൗട്ട്. അതൊരു വലിയ സ്റ്റിഗ്മയാണ്. അത് കാരണമാണ് പലരും ട്രീറ്റ്മെന്റ് എടുക്കാൻ തന്നെ മടിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പോൾ ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു എപ്പിസോഡാണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്കൊരു പീരീഡ് ഉണ്ട്, ഇത്ര പീരീഡ് മെഡിസിൻ കഴിക്കണം എന്നൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നിർത്താം. മനസ്സിലായില്ലേ? പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും എന്തെങ്കിലും ഒരു ടെൻഷനുള്ള സാഹചര്യമോ ചിലപ്പോൾ ഒരു സ്ട്രെസ് ഫാക്ടർ വേണമെന്ന് തന്നെ നിർബന്ധമില്ല. വീണ്ടും വരാതിരിക്കാം. മനസ്സിലായില്ല? അത് എല്ലാവരിലും ഈക്വൽ ചാൻസ് ആണ്. മനസ്സിലായില്ല? പിന്നെ ചില ആളുകൾ വളരെ പ്രോണാണ്. ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഡിപ്രഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ അടുത്ത തലമുറയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അതായത് ക്രോണിക് ഇൽനെസ്, അതായത് ഇപ്പോൾ സ്കിസോ അങ്ങനത്തെ ക്രോണിക് ഇൽനെസ് ഉള്ള കേസുകളിൽ നമ്മൾ ചിലപ്പോൾ കുറേ നാളത്തേക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും. ദീർഘകാല മെഡിക്കേഷൻ ആവശ്യമായിട്ട് വരും. അതല്ലാതെ ഇപ്പം ആൻസൈറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മനസ്സിലായില്ല, നമ്മുടെ ആ സിംറ്റത്തിന്റെ സിവിയറിറ്റി അനുസരിച്ച് നമുക്ക് മെഡിസിൻ നിർത്താവുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു 0.5% ഒക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഈ പ്രഗ്നൻസിയുടെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മുടെ ഈ മെനോപോസ് ആ ഒരു റീസണുമായിട്ട് ബന്ധപ്പെട്ട് എത്ര % വരുമായിരിക്കും? മെനോപോസിലും നല്ലൊരു ശതമാനം ആളുകൾ നമ്മുടെ ഗൈനക്കോപ്പികളിലും ബാക്കിയുള്ള ഫിസിഷ്യൻസിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും അവർ സൈക്യാട്രിലേക്ക് എത്താറില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അവരുടെ ആ ഒരു സ്റ്റിഗ്മ കാരണം അവർ സൈക്യാട്രിലേക്ക് എത്താറില്ല. പ്രഗ്നൻസിയിലെ 0.5 എന്നല്ല ഞാൻ അത് പറഞ്ഞത്, ഓൾറെഡി നമ്മുടെ ഒരു പീരീഡ്സ് തുടങ്ങുന്ന സമയത്തെയാണ്. അതായത് 30% പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് 5% ആണ്. ഓക്കെ, അപ്പൊ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിലൊക്കെ ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തൊന്നും ആരും ഇത് ബോദർ ചെയ്യാറില്ല എന്നുള്ളതാണ്. അത് നിന്നു അത്രേ ഉള്ളൂ എന്നൊരു രീതിയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിന്റെ അതുപോലെ തന്നെ നമ്മൾ പീരീഡ്സിന്റെ ടൈമിൽ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അപ്പോൾ ഇനി പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ, പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിൽ അവരുടെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെയായിരിക്കും? മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ അവർക്ക്? അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടോ? എങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് മെയിനായിട്ടും നമ്മൾ പറയുന്ന 3 സൈക്കാട്രിക് ഇൽനെസ്സുകളാണ്. ഒന്ന് നമ്മൾ ബേബി ബ്ലൂസ് എന്ന് പറയും, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയും. അതൊരു 30 to 70% സ്ത്രീകൾക്ക് ഉണ്ടാവാറുള്ളതാണ്. അതായത് പ്രഗ്നൻസിക്ക് ശേഷം, അതായത് കുഞ്ഞിന് പാൽ കൊടുത്ത് തുടങ്ങുന്ന ആദ്യത്തെ ഒരു 1 വീക്കിനുള്ളിൽ വരുന്ന സിംറ്റംസ് ആണ്. അതായത് അതും നമുക്ക് ഏകദേശം മൂഡ് സ്വിങ്സ് പോലെ തോന്നിക്കുന്ന സിംറ്റംസ് ആണ്. പക്ഷെ അത് സെൽഫ് റിസോൾവിംഗ് ആണ്. വളരെ എളുപ്പം തന്നെ റിസോൾവ് ചെയ്യപ്പെടുന്ന അസുഖങ്ങളാണ്. അതിന് ശരിക്കും ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ബേബി ബ്ലൂസ് വന്നിട്ട് തന്നെ മാറാറാണ്. 30 to 70% ചാൻസ് ഉണ്ട്. അതിന്റെ കുറച്ചുകൂടി ഒരു സിവിയറിറ്റി കൂടുതലെന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അത് ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കാവുന്ന ഒരു ഡിപ്രസീവ് ഫേസ് വരാം. ഈ ഡിപ്രസീവ് ഫേസ് വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും നമ്മൾ പത്രങ്ങളിലോ ടിവികളിലോ നിങ്ങളുടെ അടുത്തുള്ള വാർത്തകളിലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവൾക്ക് പാല് കൊടുക്കാൻ, കുഞ്ഞിനെ നോക്കാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല, എപ്പോഴും കരച്ചിലാണ്, ഉറക്കമില്ലായ്മ. അപ്പോൾ അതായത് കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ല, അവൾക്ക് അവളുടെ കാര്യത്തിൽ തന്നെ ശ്രദ്ധയില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ലക്ഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക അതൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒന്നാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൻ്റെ ഒരു ചാൻസ് എന്ന് പറയുന്നത്, 1000 കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ അതിനകത്ത് 1 to 2, ഒരു 1-2 പേര് per 1000 ഡെലിവറീസ്, അങ്ങനെയാണ്. അപ്പോൾ അതിലാണ് നമ്മൾ കൂടുതലായിട്ടും കേൾക്കാറുള്ളത്. നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ, അമ്മമാർ കുഞ്ഞുങ്ങളെയായിട്ട് കിണറ്റിലേക്ക് ചാടി, അല്ലെങ്കിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു, സ്വന്തം കുഞ്ഞിനെ ഉപദ്രവിച്ചു, കൊലപ്പെടുത്തിയ വാർത്തകൾ വരെ മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ ഈ ഒരു പീരീഡിലാണ്, ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇങ്ങനത്തെയുള്ള, അതൊരു മെന്റൽ ഇൽനെസ് ആണ്. ക്ലിയർലി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു മെന്റൽ ഇൽനെസ് ആണ്. പക്ഷെ അത് വീട്ടുകാർ കുറച്ച് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ? അത് നമ്മുടെ ഒരു സോഷ്യൽ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വയലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുമാത്രം ഒരാളുടെ ഉപദേശങ്ങൾ നമുക്ക് ചെവിക്കൊള്ളാൻ സാധിക്കും? നമുക്ക് സാധിക്കില്ല. കാരണം അതിന് ഒരു ഹോർമോൺ ഇംബാലൻസും കൂടി ഉണ്ട് അതിന്റെ പിന്നിൽ. അപ്പം നമ്മൾ ആ ഹോർമോൺ അതിന്റെ, അല്ലെങ്കിൽ ഒരു ന്യൂറോ ബയോളജിക്കലി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അവിടെയാണ് ഈ മെഡിക്കേഷന്റെ പാർട്ട് വരുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ഇപ്പം ഭയങ്കര സിവിയർ ആയിട്ട് ഡിപ്രഷൻ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഭയങ്കര സിവിയർ വയലന്റ് ആയിട്ടുള്ള ഒരാൾ, അയാളോട് നമ്മൾ എന്ത് ഉപദേശം പറയും? മനസ്സിലായില്ല. കാരണം അയാൾ അത് റിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അയാൾ അത് മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. അവിടെ നമ്മൾ മെഡിസിൻ കൊടുത്ത് അയാളെ ഒന്ന് കാം ഡൗൺ ചെയ്ത് അയാളെ ഒരു സ്റ്റേബിൾ മെന്റൽ കണ്ടീഷനിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ അയാളെ കൗൺസിൽ ചെയ്തിട്ടേ നമുക്ക് വിചാരിക്കുന്ന പ്രയോജനം കിട്ടും.
ഓക്കെ ഡോക്ടർ. അപ്പോൾ നമ്മുടെ മെഡിടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വൈഡായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ടല്ലോ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ലാസ്റ്റ് ഈ വിമൻസ് റീപ്രൊഡക്റ്റീവ് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലേഡീസിന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പുറമേ പറയാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ കൊണ്ട് മറച്ചു വെക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോട് ഡോക്ടറിന് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ കഴിഞ്ഞ കുറേ നിമിഷങ്ങളിൽ പറഞ്ഞത് മുഴുവൻ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ എനിക്ക് ആദ്യം പറയാനുള്ളത് ഇത് മുഴുവൻ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരാണ്. മനസ്സിലായില്ല എങ്കിൽ മാത്രമേ ട്രീറ്റ്മെന്റ് പൂർണ്ണമാവും. അപ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മയാവാം, നമ്മുടെ സഹോദരിയാവാം, നമ്മുടെ ഭാര്യയാവാം, മകളാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവണം. ഇവൾ പറയുന്ന ഇതാണ്, ഇവളുടെ മൂഡ് സ്വിങ്ങിന്റെ കാരണം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഫാമിലി മുഴുവൻ മനസ്സിലാക്കേണ്ട ഒരു മാറ്റർ കൂടിയാണിത്. ഒരിക്കലും ഒരു സ്ത്രീ മാത്രം മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ല. പിന്നീട് നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ മനസ്സിലാക്കുന്ന അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റലുണ്ട്, വുമൻസ് ക്ലിനിക്കുകളുണ്ട്. അതായത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് വന്ന് ഒരു കൺസൾട്ടേഷൻ പോലെ എടുക്കാം. ജസ്റ്റ് ഒരു കൗൺസിലിംഗ് മതിയെങ്കിൽ. നമ്മളെപ്പോഴും പേഷ്യൻറ്റിൻ്റെ ഒരു വിഷയം അനുസരിച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത് കൂടുതലും. അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ഒരിക്കലും ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് പേഷ്യൻറ്റിന് റൈറ്റ് ഉണ്ട്, ഒരു ഓട്ടോണമി ഉണ്ട്. ആ പേഷ്യൻ്റെ റൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു പരിധിവരെ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ. പിന്നെ നമ്മൾ സജഷൻസ് പറയും. കാരണം നമ്മളുടെ അറിവിൽ നിന്നുകൊണ്ട് നമ്മൾ സജഷൻ പറഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ, അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾ ഫാമിലിയും ഡോക്ടറും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഡോക്ടർ മാത്രമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എവിടെയില്ല. അപ്പോൾ അത്തരത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏത് നിമിഷവും നിങ്ങൾക്ക് നമ്മളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു നല്ല നമ്മൾ കുറേ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ട് നമ്മൾ ജീവിക്കുന്നതിലാണ് അർത്ഥം. നമുക്ക് സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന പല ഇഷ്യൂസുമാണ് ഞാൻ പറഞ്ഞു പോയത്. അപ്പോൾ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാവുന്നതാണ്. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു നല്ല ദിവസമായിരിക്കട്ടെ. ഓക്കെ. ഇന്നത്തെ മെഡിടോക്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ 3rd ഇയർ PG റെസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ സാജൻ ടി അലക്സ് ആണ്. സൈക്കാട്രി വിഭാഗം ഡോക്ടറാണ്. വിമൻസ് റീപ്രൊഡക്റ്റീവ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചായിരുന്നു ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും വരിക. ഇന്നത്തെ മെഡിടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടി ഉണ്ടായിരുന്നു ഞാൻ റോഷൻ. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫസ് 90.4 നാട്ടുകാർക്ക് കൂട്ട.